നമസ്തേ. 2026 വിഷുഫലം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷത്തേക്കാളും നല്ലൊരു ഭാവത്തിലേക്കാണ് ഈ ഒരു വർഷം പോകുന്നത്. 4ാം ഭാവത്തിൽ നിന്നൊക്കെ വ്യാഴത്തിന്റെ ഒക്കെ ഒരു മാറ്റമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരുന്നു കഴിഞ്ഞൊരു വർഷം. അപ്പൊ ഈ ഒരു വർഷം അങ്ങനെയല്ല. ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റും. അലസതയുണ്ട്, ആ അലസതേനൊക്കെ മാറ്റി നിർത്തുക. നമ്മുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ പുതിയ മേഖലയെ നമ്മൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരുന്നു വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ദൈവത്തെ വിളിച്ചിട്ടെന്നൊക്കെ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ ഈശ്വരനെ നന്നായിട്ട് വിളിച്ചു. അതിൻ്റെ ഫലം ഒക്കെ ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം നല്ല ഫലം അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഈശ്വരാധീനം നന്നായിട്ടുള്ള സമയമാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ കർമ്മങ്ങൾ എന്താണോ, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതാനും വേണ്ടപ്പോൾ തോന്നാനും ഒക്കെ സാധിക്കും. പല പ്രൊമോഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കിട്ടും. സാമ്പത്തികമായിട്ട് അത് കുറേ ബ്ലോക്കൊക്കെ ആയിട്ട് കിടക്കുന്ന ധനങ്ങൾ അതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുന്നൊരു സമയമാണ്. അപ്പം അതിലൊക്കെ അലസത ഉണ്ടാക്കുന്നുണ്ട്. ഈ അലസത ഉള്ള സംഭവത്തിനെ മാറ്റി ഈ ഒരു വർഷം നിങ്ങളായിട്ട് നിങ്ങളുടെ ദേവതകളേക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദേവതകളെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരാധീനം ഉണ്ടാവുമ്പോൾ മാത്രമാണ് വേണ്ടപ്പോൾ തോന്നിക്കുള്ളൂ. അങ്ങനെ തോന്നിയാലാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അലസത വന്നാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും കിടന്നുറങ്ങാനും അലസതയായിട്ട് ഇരിക്കാനാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈശ്വരാധീനം വേണം, ക്ഷേത്ര ദർശനം വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, മുരുകൻ്റെ അമ്പലത്തിൽ പോവാം, അവിടെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, കറുകമാല ഹോമിക്കുക ഗണപതിക്ക്. ഇതൊക്കെ ചെയ്താൽ നല്ല മാറ്റങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വരുന്നത്.